ടെസ്സ ചാലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്ര എങ്ങോട്ടാണെന്ന് വെച്ചാൽ നമ്മൾ ടിയാഗോ EV ലോങ് റേഞ്ച് വാങ്ങിയതിന് ശേഷം നമ്മൾ ആദ്യമായിട്ടാണ് പൊന്മുടി പോകുന്നത്. അപ്പോൾ കൊല്ലം അയത്തിൽ നിന്നും പൊന്മുടിയിലേക്കൊരു യാത്രയാണ് പോകുന്നത്. പോകുന്ന വഴിയിൽ 22 ഹെയർപിൻ വളവുകളുണ്ട്. അത്യാവശ്യം നല്ല കയറ്റങ്ങളാണ്. ഇപ്പോൾ വണ്ടിയിലാണെങ്കിലും 5 പേരുണ്ട്. 90+ കിലോ വരുന്ന 2 പേരും 60 കിലോ ഉള്ള 3 പേരുമാണുള്ളത്. നമ്മൾ കൊല്ലത്തുനിന്ന് യാത്ര തിരിച്ചതിന് ശേഷം നമ്മൾ രണ്ടാമത് ചാർജ് ചെയ്യുന്നതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെഞ്ഞാറമൂടിനും വെമ്പായത്തിനും ഇടയ്ക്കുള്ളൊരു ചാർജിങ് സ്റ്റേഷനുണ്ട് KCBയുടെ. അവിടെ 2 ഗണ്ണുണ്ട്. പ്രത്യേകിച്ച് കംപ്ലയിൻറ്റുകളൊന്നും ഇല്ലായിരുന്നു. അവിടെ വണ്ടി ചാർജ് ചെയ്ത് 97% ആക്കി. അപ്പോൾ അവിടെ നമുക്ക് കംപ്ലയിൻ്റ് ആയിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു ചിലപ്പം പോകാൻ പറ്റുമെന്നുള്ള കാര്യം അറിയാൻ വയ്യ. കാരണം അടുത്തൊന്നും വേറെ ചാർജിങ് സ്റ്റേഷൻ ഇല്ല. അപ്പോൾ നമ്മൾ അതൊക്കെയാണ് പ്രശ്നം. നമ്മളെവിടെയെങ്കിലും പോകുമ്പം ചാർജ് സ്റ്റേഷനൊക്കെ വർക്ക് അല്ലെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ ബുദ്ധിമുട്ടും. അല്ലെങ്കിൽ അടുത്തൊക്കെ വേറെ ചാർജ് സ്റ്റേഷൻ വേണം. അപ്പോൾ നമ്മൾ അവിടെ 97% ആക്കിയതിന് ശേഷം നമ്മൾ പൊന്മുടിയിലേക്ക് യാത്ര പോയി. അത്യാവശ്യം നല്ലൊരു യാത്രയായിരുന്നു. നല്ല തണുപ്പും നല്ല മഞ്ഞൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ കാണാൻ സാധിക്കും പോകുന്ന വഴിയൊക്കെ. അപ്പോൾ നമ്മൾ AC ഓഫ് ചെയ്തതിന് ശേഷമാണ് ഈ കയറ്റങ്ങളെല്ലാം കയറുന്നത്. അപ്പം നമുക്ക് അവിടെ ചെന്നപ്പോഴത്തേക്ക് 55% ബാക്കി ഉണ്ടായിരുന്നു. 97% നിന്നാണ് നമ്മൾ ഈ വെഞ്ഞാറമൂടിനും വെമ്പായത്തിനും ഇടയ്ക്കുള്ള ചാർജ് സ്റ്റേഷനിൽ നിന്ന് വണ്ടി എടുക്കുന്നത്. അവിടെ ചെന്നപ്പോഴത്തേക്ക് 55% ബാക്കിയുണ്ട്. അത്യാവശ്യം നല്ലൊരു യാത്രയായിരുന്നു. വണ്ടിക്ക് വലിവ് കുറവ് അങ്ങനെയൊന്നുമില്ല. കയറ്റങ്ങളൊക്കെ സൂപ്പറായിട്ട് കയറി. നല്ല മഞ്ഞും നല്ല തണുപ്പുമൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ അവിടുന്ന് തിരിച്ച് ഇറങ്ങിയപ്പോഴും നമുക്ക് ഏകദേശം ഒരു 10-12% നമുക്ക് റീജനറേഷൻ കിട്ടിയായിരുന്നു. തിരിച്ച് ഏകദേശം ഇറങ്ങിയപ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു ഒരു 67% ഒക്കെ ഉണ്ടായിരുന്നു താഴെ വന്നപ്പോഴത്തേക്കും വണ്ടിക്ക്. അത്യാവശ്യം നല്ലൊരു യാത്രയായിരുന്നു. സൂപ്പറായിട്ട് വണ്ടി കയറ്റങ്ങളൊക്കെ കയറുന്നുണ്ട്. വളവുകളൊക്കെ സൂപ്പറായിട്ട് കയറും. പ്രത്യേകിച്ച് അങ്ങനെ ലാഗൊന്നും ഫീൽ ചെയ്യത്തില്ല. നിങ്ങൾക്ക് കാണാൻ സാധിക്കും പൊന്മുടിയിലെ ആ ഒരു മഞ്ഞും മറ്റ് കാര്യങ്ങളെല്ലാം കാണാൻ സാധിക്കും. ഏകദേശം 5 പേരുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു എൻട്രി ഫീസായിട്ട് ഏകദേശം 250 രൂപയോളം ആയിട്ടുണ്ട്. പിന്നെ പൊന്മുടിയിലൊരു ഇപ്പോൾ ഒരു പുതിയൊരു 3D ഒരു തിയേറ്ററുണ്ട്. അതും ഒരു സൂപ്പർ എക്സ്പീരിയൻസ് ആണ്. അത്യാവശ്യം നല്ലൊരു കാഴ്ച തന്നെയാണ് അതിനകത്തും കാണാൻ സാധിക്കുന്നത്. പിന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഞായറാഴ്ച ആയതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു. EVയിൽ യാത്ര ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ചാർജിങ് സ്റ്റേഷൻ വർക്കാണോ എന്ന് ആദ്യം നോക്കുക. അല്ലെങ്കിൽ വേറെ അടുത്തൊക്കെ ചാർജ് സ്റ്റേഷൻ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്നതൊക്കെ എത്തത്തില്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം. പിന്നെ അവിടെ 2-3 വണ്ടിയൊക്കെ ചാർജ് ചെയ്യാനുണ്ടെങ്കിൽ അതും പ്രശ്നങ്ങളാണ്. ഭാഗ്യം കൊണ്ട് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഫേസ് ചെയ്യേണ്ടി വന്നില്ല. നിങ്ങളുടെ വീഡിയോയിലൂടെ ഞാൻ കാണിച്ചു തരാം. ഞാനവിടെ പറഞ്ഞ 3D തിയേറ്ററും മറ്റ് കാര്യങ്ങളെല്ലാം. അപ്പോൾ ഇതാണ് നമ്മുടെ 3D തിയേറ്റർ. അത്യാവശ്യം നല്ല 3D എഫക്റ്റൊക്കെയാണ്. സൂപ്പർ ഒരു തിയേറ്റർ തന്നെയാണ്. അപ്പോൾ നമ്മളവിടെ ചെന്നപ്പോഴത്തേക്കും വേറെ EV വെഹിക്കിൾസ് ഒന്നും കണ്ടില്ല. അപ്പം നമ്മൾ താഴെ എത്തിയതിനു ശേഷം ഒരു വെഹിക്കിൾ കയറി വരുന്നതാണ് ഞാൻ കണ്ടത്. അത്യാവശ്യം നല്ല തിരക്കും ഉണ്ടായിരുന്നു ഞായറാഴ്ചയായിട്ട്. അപ്പോൾ EVയിൽ പൊന്മുടിയിലേക്ക് വരാനിരിക്കുന്നവർക്ക് ധൈര്യമായിട്ട് വരാം. വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. അപ്പം താങ്ക് യു ഫ്രണ്ട്സ്.